ഭീകരത അമർച്ച ചെയ്യുന്നതിനും മാധ്യമങ്ങളിലൂടെ ഇതു സംബന്ധിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എത്ര തുക ചെലവഴിച്ചു? ഭീകരത ഇല്ലാതാക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രതിവർഷ ബജറ്റ് എത്ര? ഭീകരത ഇല്ലാതാക്കുന്നതിന് മറ്റെന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു? എത്ര ഏജൻസികൾ ഈ മേഖലയിലുണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് കേരളം ഉൾപ്പെടെ ഒരു സംസ്ഥാനവും മറുപടി നൽകിയില്ല. അതേസമയം ആയുധം വാങ്ങിയതിന്റെ കണക്ക് പുറത്തുവിടാൻ കേരളം തയ്യാറായി. കഴിഞ്ഞ വർഷം മാത്രം 2,53,46,359 രൂപയുടെ ആയുധങ്ങൾ വാങ്ങിയതായാണ് ആഭ്യന്തര വകുപ്പിന്റെ കണക്ക്. 2007-2008 കാലയളവ് മുതൽ 2009-2010 വരെ ഓരോ വർഷവും 2.07 മുതൽ 2.25 കോടി രൂപ വരെ ചെലവാക്കിയ സർക്കാർ 2010-11 കാലയളവിൽ 5.5 കോടിയും 2011-2012 കാലയളവിൽ 7.3 കോടി രൂപയും ഭീകരരെ അമർച്ച ചെയ്യാനുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനായി ചെലവിട്ടു. ഭീകരപ്രവർത്തനങ്ങളുടെ പേരിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സാമ്പത്തികവും പ്രവർത്തനപരവുമായ പരമാധികാരം നൽകുന്ന നീക്കങ്ങളാണ് രാജ്യത്ത് നിലവിലുള്ളതെന്നും ഇത് സുതാര്യമാക്കണമെന്നും ഹർജി നൽകിയ ഡോക്ടർ SQR ഇല്ലാസ് ആവശ്യപ്പെട്ടു. And even the state where terrorism is not an issue at all, they are also spending crores of rupees in buying arms to combat terrorism. പോലീസിന്റെ രഹസ്യ സ്വഭാവമുള്ള വകുപ്പുകളിലാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ട മിക്ക വിവരങ്ങളും ഉള്ളതെന്നും അതുകൊണ്ട് മറുപടി നൽകാനാവില്ലെന്നുമാണ് വിവരാവകാശ കമ്മീഷന്റെ നിലപാട്. അതേസമയം ഞെട്ടിക്കുന്ന കണക്കുകളാണ് മേഖലയിൽ ഉള്ളതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന മറുപടിയാണ് കേരള സർക്കാരിൻ്റെത്. റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.